മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മാളവികയാണെങ്കിൽ ജ്വല്ലറിൽ ജോലിക്ക് കയറിയിട്ടാണെങ്കിലും ഡേവിഡിൻ്റെ അടുത്ത് നിന്നൊക്കെ വിശ്വാസമൊക്കെ പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ നമ്മളെ മാളവികയ്ക്കാണെങ്കിൽ നമ്മളെ നയന വരച്ചു കൊടുക്കുന്ന ഓരോ പുതിയ ഡിസൈനുകളൊക്കെ ആണെങ്കിൽ നമ്മളെ ഡേവിഡിനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വഴി ഡേവിഡ് വഴിയാണെങ്കിൽ നാഗേന്ദ്രന് ഡേവിഡ് മൊബൈലിലൊക്കെ അയച്ചൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ അവർക്കൊക്കെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാളവികയാണെങ്കിൽ ഡേവിഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, സാറല്ല ഇതിൻ്റെ ഓണറെന്ന്. അപ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഓണർ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, അത് ഇപ്പോഴൊന്നും ഇതിൻ്റെ ഓണറിനെ കാണാനൊന്നും പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഇവിടെ വേറെ ഉള്ള ഇത്രയും സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട്, അവരാരും ഇതൊരിക്കും ഇതിൻ്റെ ഓണറിനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ മാളവിക പറയുന്നുണ്ട്, അത് സാറേ ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ ഡിസൈൻസൊക്കെ വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഇവിടെ വിഷുവിനൊക്കെ ആണെങ്കിലും നമ്പർ 1 കളക്ഷൻസൊക്കെ ഇപ്പം ചെയ്തൊക്കെ ഞാൻ തരുന്നുണ്ടല്ലോ. അപ്പം അത്രയും കമ്പനിക്കാണെങ്കിൽ നല്ല ലാഭവും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ഓണറിനെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ഡേവിഡ് പറയുന്നുണ്ട്, അത് എനിക്ക് എൻ്റെ സാറിൻ്റെ അടുത്തൊന്നും എനിക്ക് ചോദിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചോദിച്ചിട്ട് ഞാൻ മാളവികയ്ക്ക് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഡേവിഡ് ആണെങ്കിൽ ഇതിനക്ക് നമ്മളെ നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതിനക്ക് മാളവികയ്ക്കാണെങ്കിൽ സാറിനെ ഒന്ന് കാണണമെന്നൊരു ആവശ്യം പറഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മാളവികയ്ക്ക് എന്നെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, അത് മാളവിക ഡിസൈനൊക്കെ കാണിച്ചു തന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വേറെ ഒരാളെയും കൂടെ എൻ്റെ ഒരു സാറുണ്ട്, ആ സാറിനെ ഇവിടെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ അതനുസരിച്ച് ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയാണ് സാറേ, അപ്പോൾ അതുകൊണ്ട് അവൾ മനസ്സിലാക്കിയെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, മാളവികയാണെങ്കിൽ എന്തായാലും ആ ഒരു വരച്ച ഡിസൈനും കാര്യങ്ങളും കൊണ്ട് നമുക്ക് കോടികളാണ് ഈ പ്രാവശ്യത്തെ വിഷുവിന് നമുക്ക് ലാഭം ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നയന കളക്ഷനെയൊക്കെ പിറകിലാക്കിക്കൊണ്ടാണ് നമ്മൾ മാളവിക ഈ പ്രാവശ്യം വരച്ച ഡിസൈനൊക്കെ നമുക്ക് നല്ല വിജയത്തിലൊക്കെ കൊണ്ടെത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ശരി എന്നാൽ കുഴപ്പമില്ല, അവൾ പറയുന്ന ആഗ്രഹം നമുക്കൊന്ന് സാധിച്ചു കൊടുക്കാം, താനാണെങ്കിൽ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവൾക്കൊരു മീറ്റപ്പായിട്ടും കൊടുക്കാം, പിന്നെ നമുക്കൊരു ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാളവികയ്ക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഡേവിഡ് ആണെങ്കിൽ നമ്മളെ മാളവിക അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും സാറാണെങ്കിലും മാളവികയെ കാണാനാണെങ്കിലും സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മാളവിക ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യം എന്തായാലും നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാളവികയെ കൊണ്ടൊരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഹോട്ടലാണല്ലോ നമ്മൾ നാഗേന്ദ്രൻ താമസിക്കുന്നത്. അപ്പോഴത്തേക്കും മാളവിക ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഊഹം ശരിയായിരുന്നല്ലേ, അപ്പോഴത്തേക്ക് ആ പിന്നെ സാറാണെങ്കിൽ ഇവിടെ ആണല്ലേ താമസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഡേവിഡിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ മാളവിക ആണെങ്കിൽ പോകുന്നതിന് മുമ്പാണെങ്കിൽ ആദർശനെ വിളിച്ചിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും മാളവിക അവിടെ പോകുന്ന സമയത്താണെങ്കിൽ ഫോൺ എന്തായാലും ഓണാക്കി വെച്ചേക്ക്, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് ലൈവായിട്ട് കാണണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാളവിക പറയുന്നുണ്ട്, ആ ശരി സാറെന്നും പറഞ്ഞിട്ട് നമ്മൾ മാളവിക അവിടെ പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദർശ് പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ മാളവികയാണെങ്കിൽ ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ടാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് നമ്മൾ ആദർശിന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ആദർശാണെങ്കിൽ നമ്മളെ ജ്വല്ലറിയുടെ ഓണറെ കാണുന്ന സമയത്ത് നമ്മൾ ആദർശം ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ജലജാൻറ്റിയുടെ ഭർത്താവാണല്ലോ എന്നുള്ള ആ ഒരു ആലോചനയിൽ നമ്മൾ ആദർശാണെങ്കിൽ കുറച്ചിട്ടൊന്ന് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിട്ട ആ ഒരാളാണല്ലോ, അപ്പോൾ ജലജാൻറ്റിയുടെ ഭർത്താവാണോ ഈ ജ്വല്ലറിയുടെ ഓണർ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മൾ ആദർശിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരാണോ ഈ ഒളിഞ്ഞിരുന്ന് ഞങ്ങൾ ഇത്രയും നാളെ ഞങ്ങൾ ആക്രമിച്ചെന്നൊക്കെ ഉള്ളൊരു ചിന്തയും നമ്മൾ ആദർശിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നയനയും അങ്ങോട്ട് കടന്നു വന്നിട്ടാണെങ്കിലും നയനയാണെങ്കിലും നമ്മൾ ആദർശിൻ്റെ കൂടെ ഫോണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും ഇവർ രണ്ടുപേരാണെങ്കിലും ഷോക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെ ആണെങ്കിലും നമ്മൾ അവന്തികയാണെങ്കിലും ഇവരെ കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശമായിട്ടാണ് ഈ കാണുന്നതൊക്കെ, അവന്തികയും അപ്പം നമ്മൾ കൂടെ നിന്നിട്ടാണെങ്കിലും നമ്മളെ ചതിക്കുകയാണോ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശാണെങ്കിലും നയനടുത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും മിണ്ടായിരിക്കും, എന്തായാലും അവരോട് എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ മാളവികയാണെങ്കിൽ നാഗേന്ദ്രനും അവന്തികയും കൂടെ ചേർന്നിട്ടാണെങ്കിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും മാളവിക ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് തന്നാലേ നമുക്ക് ഒരുപാട് കോടികളൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയെന്നൊക്കെ നമ്മൾ അവന്തികയാണെങ്കിലും നാഗേന്ദ്രനാണെങ്കിലും മാളവിക അടുത്ത് പറയുന്നുണ്ട്. നാഗേന്ദ്രനാണെങ്കിലും മാളവിക അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും മാളവികയെ ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, പിന്നെ അറിയാമല്ലോ ഞാൻ നമ്മൾ ജ്വല്ലറിയുടെ ഓണറൊന്നും ആർക്കും വലുതായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വരാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മാളവികയ്ക്കുള്ള ഒരു വലിയ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മാളവികയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇതാരാ സാറെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നാഗേന്ദ്രൻ
തന്നെ പറയുന്നുണ്ട് ഇതെൻ്റെ മോളാണ് അവന്തിക എന്ന പേര്. അവളാണെങ്കിൽ വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം തിരിച്ച് നാട്ടിൽ പഠനമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവന്തികയാണെങ്കിൽ മാളവികയ്ക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും മാളവിക വന്നതോടെ നമ്മൾ മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവന്തികയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഇനി നമ്മൾ മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിൽ പഴയ കണക്കൊന്നും ഉയർത്തെഴുന്നേക്കുമെന്നൊന്നും തോന്നില്ല. എന്തായാലും ഇനി എം ജ്വല്ലറി തന്നെ ആയിരിക്കാം ഇനി എല്ലാ നമ്പർ 1 ആയിട്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ അവന്തിക പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ആദർശനെ എനിക്കാണെങ്കിൽ ആകെ ഒരു ഷോക്കൊക്കെ ആവുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇവളപ്പം നമ്മളെ ചതിക്കുകയായിരുന്നു, കൂടെ വന്ന് നിന്നിട്ട് നമ്മളടുത്ത് ചിരിച്ച് സംസാരിച്ചൊക്കെ ഇവൾ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഷോക്ക് നമ്മൾ ആദർശനും എനിക്കാണെങ്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദർശമാണെങ്കിൽ നമ്മളെ മാളവിക വീഡിയോ ഓണായിട്ട് വെച്ചിരുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ആദർശം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ആദർശമാണെങ്കിൽ നമ്മൾ നയനയും കൂട്ടിയിട്ടാണെങ്കിൽ തറവാടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ ആദർശൻ്റെ ഒരുമാതിരി പുച്ഛത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തോ ഇവിടെ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ടായിരുന്നല്ലോ പോയത്, ഇവിടെ നിന്ന് എന്തോ ആരെയൊക്കെ കണ്ടെത്തി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്, അതുകൊണ്ട് ഒന്നും കണ്ടെത്താതാണ് തിരിച്ച് വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ആദർശം പറയുന്നത് ഇല്ല മുത്തശ്ശ, ഞാനാണെങ്കിൽ ഒളിഞ്ഞിരുന്ന് നമ്മളെ ശത്രുവിനെ ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഇടപെട്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ശരി മുകളിലത്തെ റൂമിലേക്ക് എൻ്റെ റൂമിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് ആദർശൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ആദർശൻ നയനയും മുത്തശ്ശനും കൂടെ ആണെങ്കിൽ നേരെ നമ്മൾ മുത്തശ്ശൻ്റെ റൂമിലോട്ടൊക്കെ പോകുന്നുണ്ട്. അവർ മുത്തശ്ശനാണെങ്കിൽ അവർ 3 റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ റൂം ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിൽ ഈ ഫോണിലുള്ള വീഡിയോസൊക്കെ നമ്മളെ മുത്തശ്ശന് കാണിച്ചു കൊടുക്കുന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മുത്തശ്ശനും ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാര്യം വെച്ചാൽ മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാര്യം നാഗേന്ദ്രൻ്റെ അടുത്തല്ല മുത്തശ്ശന് ദേഷ്യം കൂടുതലും വരുന്നത് നമ്മൾ അവന്തിക എടുത്ത കാര്യം കൂടെ നിന്ന് അവൾ ചതിച്ചല്ലോ എന്നുള്ളൊരു വിഷമവും ദേഷ്യവും എല്ലാം നമ്മളെ മുത്തശ്ശനുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തികയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ റൂമിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നമ്മൾ മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം ആയല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ അവന്തികയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നതൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിലുള്ള ദേഷ്യം എല്ലാം കൂടെ അവന്തികയുടെ മുഖത്ത് തീർക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ അവന്തികയുടെ മുഖത്ത് 2 മുഖത്ത് മാറി മാറി നമ്മളെ മുത്തശ്ശൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എല്ലാം സഹിക്കും, പക്ഷേ ഈ ഞാൻ കൂടെ നിന്ന് ചതിക്കുന്ന മാത്രം ഞാൻ സഹിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ അച്ഛനാണെങ്കിൽ ഇത് കണക്ക് ഒളിഞ്ഞിരുന്ന് കൊണ്ട് ഞങ്ങളെങ്ങനെ ആക്രമിക്കുകയും വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ നീ ആണെങ്കിൽ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ലേ, ആ സമയത്ത് നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ ആയിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ആ മുത്തശ്ശനാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെയല്ല, പിന്നെ നേർക്ക് നേരെ നിന്ന് വേണം ഓരോ ബിസിനസ്സിലാണെങ്കിലും എന്തിനായാലും പോരാടാൻ, അല്ലാതെ ഒളിഞ്ഞിരുന്നിട്ടാണെങ്കിൽ ചെയ്താലും പിന്നെയും കുഴപ്പമില്ല, ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ അവന്തിക അടുത്താണെങ്കിലും മുത്തശ്ശൻ നല്ല രീതിയിലാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ നമ്മൾ അവന്തിക അടുത്ത് പറയുന്നുണ്ട് ഇനി എന്തായാലും നിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഞാനാണെങ്കിൽ തുണിഞ്ഞിറങ്ങത്തതൊന്നുമില്ല, നിൻ്റെ ഒരു സുരക്ഷിത ജീവിതത്തിനാണെങ്കിലും ഒന്നിനും ഞാൻ ഇനി നിൽക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ നീയും നിൻ്റെ അമ്മയും നിൻ്റെ ചേട്ടനെയും കൂടെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് 3 കൂടെ ഇറങ്ങിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട് മുത്തശ്ശൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് ഫോണിൽ നിന്ന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവന്തികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെ മാളവികയാണെങ്കിൽ ആദർശൻ്റെ ആളാണെന്നും അപ്പം എല്ലാ തെളിവുകളും കൂടിയും തന്നെയാണ് ആദർശം നമ്മൾ അവന്തികയെ പിടിച്ചെന്നൊക്കെയുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഈ ഇവരടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ അബിയും ജലജയും അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അബിക്ക് തന്നെ ആണെങ്കിലും ഒരു ഷോക്ക് ആവുന്നുണ്ട്. കാര്യം എം ജ്വല്ലറിയുടെ ഓണർ ആണെങ്കിൽ അബിയുടെയും നമ്മൾ അവന്തികയുടെ അച്ഛനാണെന്നുള്ള കാര്യവും നമ്മൾ അബിയാണെങ്കിൽ എപ്പോഴാണ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന അബിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും ആകെ ഷോക്ക് ആവുന്നുണ്ട്. സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ശരി തന്നെ 3 പേരും ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട് അതിന് മുത്തശ്ശ ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എം ജ്വല്ലറിയുടെ ഓണർ എൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം പോലും എനിക്കറിയത്തില്ല, ഇപ്പം മുത്തശ്ശനൊക്കെ പറയുമ്പോഴാണ് ആ കാര്യം ഞാൻ അറിയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് ശരി ആ ഒരു കാര്യത്തിൽ നിനക്ക് ഒരു കൂട്ടില്ലെന്ന് വെക്കാം, പക്ഷേ ഞാനാണെങ്കിൽ ദുബായിൽ നിന്ന സമയത്താണെങ്കിലും നീ ആണെങ്കിൽ നിരന്തരം ഡേവിഡിനെ വിളിച്ച് നീ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ ദുബായിൽ പോലീസ് പിടിച്ച സമയത്താണെങ്കിലും നീ ഡേവിഡുമായിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പം ആ ഒരു കാര്യത്തിൽ എന്തായാലും നിനക്കും പങ്കുണ്ടെന്നുള്ള കാര്യത്തിന് പിന്നെ വേറെ തെളിവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ 3 ഇവിടെ നിന്ന് ഇറങ്ങിക്കണം, എൻ്റെ ഒരു സ്വത്തിലോ കാര്യത്തിലോ നിങ്ങൾക്ക് ഒരു പങ്കും ഞാൻ തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മൾ ജലജയും അബിയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുക. കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അവർ ചെയ്യാത്തൊരു കുറ്റത്തിനാണല്ലോ ഇപ്പോൾ അവർക്കും പിന്നെ സ്വത്ത് നമ്മളെ മുത്തശ്ശൻ കൊടുക്കാത്തത്. അപ്പം അവരും ആണെങ്കിൽ ആ ഒരു ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നവ്യടുത്ത് പറയുന്നുണ്ട് നിനക്ക് എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഇവിടെ താമസിക്കാം, പക്ഷേ നീ നിൻ്റെ ഭർത്താവിൻ്റെ കള്ളത്തരങ്ങളും ചതിയൊന്നും നീ മനസ്സിലാക്കാതെയൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവത്തൊന്നുമില്ല. അങ്ങനെ എന്തായാലും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ഈ 3 എന്തായാലും വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പഴയ ആ ഒരു പ്രതാപം അവർ നമ്മളെ മുത്തശ്ശൻ വീണ്ടെടുക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.